മാഗ്നറ്റിസമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് എന്ന ചാപ്റ്ററിലെ മൂവിങ് ചാർജസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നീറ്റിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. 2019, 15, 12, 2009, 2007, 1999 ഈ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്താണ് ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കിൽ വരുന്ന നമുക്ക് പഠിക്കേണ്ട, ഓർത്തു വച്ചിരിക്കേണ്ട പ്രധാന കോൺസെപ്റ്റും ഫോർമുലയും നോക്കിയതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് പോകാം. മോഷൻ ഓഫ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട്. എം മാസ്സുള്ള ഒരു പാർട്ടിക്കിൾ ചാർജ് ക്യൂ ആണ്. ഇറ്റ് എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് ബി. ദെൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പാർട്ടിക്കിൾ എഫ് ഇസ് ഈക്വൽ ടു, നമുക്കൊരു ഫോർമുലയുണ്ട്, ക്യൂ ഇൻറ്റു മോഡുലസ് ഓഫ് വി ക്രോസ് ബി. വി വെലോസിറ്റി, ബി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തുമാണ്. This will be equal to QVB sin theta, where theta is the angle between V and B. പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് V ആൻഡ് B. വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്, പഠിച്ചു വയ്ക്കുക. നമ്മൾ കണ്ട ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ എന്നാണ്. സോ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ സൈൻ തീറ്റ, ഓർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി. സോ ഇഫ് ചാർജ് മൂവ്സ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ചാർജ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് നോക്കാം. അങ്ങനെ ഒരു കണ്ടീഷനിൽ തീറ്റ 90 ആയിരിക്കും. അപ്പോൾ സൈൻ തീറ്റ 1 ആവുന്നു. സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് കിട്ടുന്നു. ദിസ് ഈസ് ദി മാക്സിമം ഫോഴ്സ്. പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ഫോഴ്സാണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിൽ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ സ്പീഡ് യൂണിഫോം ആയിരിക്കും. പ്രത്യേകം നോട്ട് ചെയ്യണം, സ്പീഡാണ് യൂണിഫോം. ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റിക്ക് ചേഞ്ച് ഉള്ളത് കൊണ്ട് ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. അപ്പോൾ യൂണിഫോം സ്പീഡിൽ പാർട്ടിക്കിൾ സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. അപ്പം നമുക്കിവിടെ നോക്കാം. അങ്ങനെയാണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് കൊടുക്കാൻ പറ്റും. ക്യൂ വി ബി എന്ന ഫോഴ്സ് ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ക്യൂ വി ബി. ദെൻ ആർ ഈക്വൽ ടു, നമുക്ക് അതിൽ നിന്ന് സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നു എം വി ബൈ ബി ക്യൂ. ആറിൻ്റെ ഈക്വേഷൻ ഓർത്ത് വയ്ക്കുക, എം വി ഡിവൈഡഡ് ബൈ ബി ക്യൂ. അപ്പോൾ ഇതിൽ നിന്ന് എം വി ഈക്വൽ ടു ആർ ഇൻറ്റു ബി ക്യൂ എന്ന് എടുക്കാൻ പറ്റും. ദെൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം എന്ന് കിട്ടുന്നു. എം വിയുടെ ഇക്വേഷൻ എം വി ഇസ് ഈക്വൽ ടു ആർ ബി ക്യൂ, അതിനെ സ്ക്വയർ ചെയ്തു. സോ ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക, ഹാഫ് ഇൻറ്റു ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം. ഇനി നമുക്ക് ടൈം പീരീഡും ഫ്രീക്വൻസിയും നോക്കാം. പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് ടി ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ വി എന്നെടുക്കാം അല്ലേ. 2πr സർക്കംഫറൻസ് ഓഫ് ദി സർക്കിളാണ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ് ആർ ഈക്വൽ ടു എം വി ബൈ ബി ക്യൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിയുടെ ഇക്വേഷൻ എടുത്തെഴുതാം. വി ഈക്വൽ ടു ബി ക്യൂ ആർ ബൈ എം എന്ന് വരുന്നു. സോ നമുക്ക് എഴുതാം ടി ഈക്വൽ ടു 2π ഇൻറ്റു ആർ ബൈ വിക്ക് പകരം ഫോർമുല കൊടുത്തിരിക്കുകയാണ്, എം വി ബൈ ബി ക്യൂ എന്ന് കൊടുത്തു. ടിയുടെ ഇക്വേഷൻ കിട്ടിയാണ് ടി ഈക്വൽ ടു 2πm ബൈ ബി ക്യൂ.
അപ്പോൾ ഈ ഇക്വേഷൻസ് അങ്ങ് പഠിച്ചു വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട സമയത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. T=2πm/BQ. അതുപോലെ തന്നെ ഫ്രീക്വൻസി 1 ടൈം പീരീഡ് ആണ്. സോ BQ/2πm. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നന്നായി പഠിച്ചു വയ്ക്കുക. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീറ്റ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. Ionized hydrogen atom and an alpha particle with the same momenta enters a perpendicular to a constant magnetic field B. The ratio of their radii of the path RH is to R alpha will be. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഹൈഡ്രജൻ ആറ്റവും ആൽഫ പാർട്ടിക്കിളും ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം അയണൈസ്ഡ് ആണ്. അപ്പോൾ അയണൈസ്ഡ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ ആറ്റത്തിന് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. അയണൈസ്ഡ് ആണ്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഹൈഡ്രജൻ ആറ്റമാണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും മൊമെൻറ്റം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ രണ്ട് പാർട്ടിക്കിളും പോകുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആ തുടക്കത്തിൽ കണ്ടു, സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് R=mv/qb എന്നൊരു ഇക്വേഷൻ കണ്ടിരുന്നു. ആ ഇക്വേഷനിൽ ഇവിടെ m×v മൊമെൻറ്റം p എന്നെടുക്കാം, p/qb എന്നെടുത്തിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അയണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റത്തിനും ആൽഫ പാർട്ടിക്കിളിനും സെയിം മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കതിൽ നിന്ന് p സെയിം ആയതുകൊണ്ട് R∝1/q എന്നെടുക്കാം. മാഗ്നറ്റിക് ഫീൽഡും സെയിം എന്നാണ് തന്നിരുന്നത്. പിയും ബിയും സെയിം എന്ന് തന്നിട്ടുണ്ട്. സോ R∝1/q എന്നെടുക്കാം. ദെൻ RH/R ആൽഫ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് ബൈ ആൽഫ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് റിലേഷൻ ആയിരുന്നു. അതുകൊണ്ട് Q ആൽഫ പാർട്ടിക്കിൾ ബൈ Q ഹൈഡ്രജൻ ആറ്റം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2e എന്നാണ് എടുക്കേണ്ടത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ചാർജ് E, ഫണ്ടമെൻ്റൽ ചാർജാണ് E, 1.6 × 10⁻⁻19 കൂളം. അപ്പോൾ 2e/e എന്നെടുത്ത് കഴിയുമ്പോൾ 2/1, 2:1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ ബോത്ത് എൻ്റർ എ റീജിയൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B moving at right angles to the field. If the radius of this circular path for both the particles is equal and the kinetic energy occurred by proton is 1 MeV, then energy occurred by the alpha particle. 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളും സെയിം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ഫോർ ദി ബോത്ത് ദ പാർട്ടിക്കിൾസ് ഇസ് ഈക്വൽ. അപ്പോൾ രണ്ട് പാർട്ടിക്കിളും സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ്, സെയിം റേഡിയസ് ഉള്ള സർക്കിളിലൂടെയാണ് പോകുന്നത്. മാത്രമല്ല കൈനറ്റിക് എനർജി അക്വേർഡ് ബൈ ദി പ്രോട്ടോൺ 1 MeV എന്ന് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ബി ദി എനർജി അക്വേർഡ് ബൈ ദി ആൽഫ പാർട്ടിക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമ്മൾ തുടക്കത്തിൽ കണ്ട ഫോർമുല പഠിച്ചു വെച്ചിരുന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. K = Q² B² R² / 2m. ഇപ്പോൾ ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, ആൽഫയും പ്രോട്ടോണും. രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആണ്, ബി സെയിം ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് റേഡിയസും ബിയും ഒഴിവാക്കിക്കൊണ്ട് റേഷ്യോ എടുത്ത് നോക്കാം. ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ Q∝² B² R² / 2m ആൽഫ എന്നാണ് എഴുതേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് പ്രോട്ടോണിൻ്റെയും ഇക്വേഷൻ എഴുതാം. അപ്പോൾ ആറും ബിയും ഒഴിവാക്കി കഴിഞ്ഞാൽ ക്യൂവും എമ്മും മാത്രമേ നമ്മുടെ ഇക്വേഷനിൽ വരത്തുള്ളൂ. കൈനറ്റിക് എനർജി ക്യൂവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. സോ വി ക്യാൻ റൈറ്റ് K∝/Kp. ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ബൈ പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി = Q∝/Qp (² mp/m ആൽഫ. അപ്പോൾ ഇത് കിട്ടിയത് മനസ്സിലായല്ലോ. ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ആൽഫ ബൈ
പ്രോട്ടോൺ എന്നുള്ളതുപോലെ തന്നെ ചാർജ് എടുത്തു. മാസിന് ഇൻവേഴ്സ് ആയതുകൊണ്ടാണ് mp/m⁴ എന്ന് വന്നിരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. Q⁴/Qp, ആൽഫയുടെ ചാർജ് 2e പ്രോട്ടോണിൻ്റെ ചാർജ് ഇയുമാണ്. സോ Q⁴/Qp എന്നുള്ളത് 2 എന്ന് കിട്ടുന്നു. ഇനി mp/m⁴, ഒരു പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 4 മടങ്ങാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ്. സോ mp/m⁴ എന്ന് പറഞ്ഞാൽ 1/4 എന്ന് കിട്ടുന്നു. ഈ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു kp ഇൻറ്റു Q⁴/Qp എന്നുള്ളത് 2 ആയിരുന്നു, 2² ഇൻറ്റു 1/4. ക്യാൻസൽ ചെയ്യുമ്പോൾ 1 MeV എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under the influence of a uniform magnetic field, a charged particle moves with a constant speed v in a circle of radius r. The time period of rotation of the particle is. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ depends on r and not v. Second option independent of both v and r. Then depends on both v and r. Then depends on v and not r. അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് v ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് r. അതിൻ്റെ ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമുക്കൊരു ഇക്വേഷൻ അറിയാം, t = 2πm/bq. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി t is directly proportional to m and it is inversely proportional to b and q. അതായത് ടൈം പീരീഡ് മാസിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ചാർജിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ റേഡിയസിനെയും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബോത്ത് v ആൻഡ് r എന്നുള്ള ഓപ്ഷൻ എടുക്കാം, ഓപ്ഷൻ ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ചാർജ് ഹാവിങ് E/m = 10⁴ Coulomb/kg and with a velocity 3 × 10⁵ m/s enters into a uniform magnetic field B = 0.3 Tesla at an angle 30 degree with the direction of the field. Radius of curvature will be 99 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെയും ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് 30 ഡിഗ്രി ആംഗിളിൽ എൻ്റർ ചെയ്യുകയാണ്. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റി തന്നിട്ടുണ്ട്. ചാർജിൻ്റെ E/m റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, ചാർജ് ബൈ മാസ് റേഷ്യോ. ഈ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് QVB sin θ എന്ന് എടുക്കണം. കാരണം തീറ്റ ഒരു 30 ഡിഗ്രിയിലാണ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് എടുക്കുക, mv²/r. v ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു mv/r = QB sin θ. Then r is equal to mv/QB sin θ. വെലോസിറ്റി തന്നിട്ടുണ്ട്, സൈൻ തീറ്റയിലെ ആംഗിൾ തീറ്റയും അറിയാം. അപ്പം നമുക്ക് ബിയുടെ വാല്യൂ 0.3 ടെസ്ല എന്നും തന്നിട്ടുണ്ട്. നമുക്ക് എമ്മും ക്യൂ ആണ് ഇനി വേണ്ടത്. പ്രോബ്ലത്തിൽ E/m 10⁸ എന്ന് തന്നിട്ടുണ്ട്. E/m ആകുമ്പോൾ Q/m ആയിരിക്കും. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് m/q ആണ്. അപ്പോൾ 1/10⁸ എന്ന് കൊടുത്തിരിക്കുന്നു. വെലോസിറ്റി 3 × 10⁵. മാഗ്നറ്റിക് ഫീൽഡ് 0.3. വാല്യൂസ് കൊടുത്ത് സൈൻ 30യുടെ വാല്യൂവും കൊടുത്തു കഴിയുമ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇന്ന് പഠിച്ച പ്രധാന ഫോർമുലാസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. F is equal to Q into V cross B or QVB sin theta. Then theta 90 degree ആണെങ്കിൽ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് R equal to mv/bq. Kinetic energy is equal to half b² q² r² m. Time period t equal to 2πm/bq. Frequency is equal to bq/2πm. 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് 2 വർഷങ്ങളിലായിട്ട്. ഇതിന് പുറമെ 2012-ലും 1991-ലും 96-ലും ഒക്കെ ഇതേ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.